അടുത്ത ഉടായിപ്പ് ദേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. കുറേ പേര് ഇതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നൂറ്റാണ്ടിലും ഇങ്ങനത്തെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. എന്തായാലും അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ മുസ്ലിമീങ്ങളല്ല ഇങ്ങനെ ചെയ്യുക, പക്ഷെ ഇവിടെ തൊപ്പി വെച്ച ആളുകൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് 50 രൂപ കൊടുത്താൽ ഇതുപോലെ ഒട്ടകപ്പുറത്ത് ഇരുന്നിട്ട് നമുക്ക് വളരെ മനോഹരമായ ഫോട്ടോ അവർ എടുത്തു തരും കേട്ടോ. ഇതാ അടുത്ത ഉടായിപ്പ്. ഇങ്ങനെ കുറേ കാണാം ഇവിടെ. അല്ലോ, ഞങ്ങൾ വീണ്ടും താരാഗഡിന്റെ നെറുകയിലേക്ക് യാത്ര തുടരുകയാണ്. സൂര്യൻ അല്പം കൂടി ഉയർന്നിരിക്കുന്നു. ഓരോ പടവുകൾ പിന്നിടുമ്പോഴും താഴെ അജ്മീർ നഗരം ഒരു ഭൂപടം പോലെ തെളിഞ്ഞു വരുന്നത് കാണാം. ഈ മലകയറ്റം വെറുമൊരു യാത്രയല്ല, സഹനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു പരീക്ഷണമാണ്. തളർച്ച തോന്നുമ്പോൾ പടവുകളിൽ വിശ്രമിക്കുന്ന മുതിർന്നവരും തുള്ളിച്ചാടി കയറുന്ന കൊച്ചുകുട്ടികളും ഈ പാതയിലെ സ്ഥിരം കാഴ്ചകളാണ്. ഓരോ പടവിലും ഓരോ പുതിയ മനുഷ്യർ, പുതിയ വർത്തമാനങ്ങൾ. ഇടയ്ക്കിടെ വീശുന്ന കുളിർക്കാറ്റ് താരാഗഡിന്റെ കഥകൾ കാതിൽ മന്ത്രിക്കുന്നത് പോലെ തോന്നുന്നു. വഴിയോരത്തെ കച്ചവടക്കാരുടെ ശബ്ദങ്ങളും തീർത്ഥാടകരുടെ പ്രാർത്ഥനാ മന്ത്രങ്ങളും ഈ മലനിരകളിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. ഇനി നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് ദൂരമേറെയില്ല. ആ പുരാതന കോട്ടയുടെ കവാടം നമ്മെയും കാത്ത് മലമുകളിൽ കാത്തു നിൽക്കുന്നു. ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്നിച്ചു നടക്കാം. യാ റഹ്മാൻ. വഴിയോരങ്ങളിൽ വിരലിലെണ്ണാവുന്ന രൂപക്കായി ജനങ്ങളുടെ ഭാവി പ്രവചിക്കുന്ന കൈനോട്ടക്കാരെ കാണാം. ശാസ്ത്രീയമായോ ആത്മീയമായോ ആയ യാതൊരു അടിത്തറയുമില്ലാതെ കേവലം വാക്കുകൾ കൊണ്ട് സാധാരണക്കാരെ വശത്താക്കുന്ന കാഴ്ച. പലരും ഇതിലെ ചതിക്കുഴികൾ അറിയാതെ വലിയ പ്രതീക്ഷയോടെ അവർക്ക് മുന്നിൽ കൈനീട്ടി നിൽക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നി. വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള നൂൽപ്പാലം എത്രമാത്രം നേർത്തതാണെന്ന് ഈ മലനിരകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ശീലങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറമുള്ള ഒരു വലിയ ലോകമാണിത്. ഇവിടെ സുന്നികൾ മാത്രമല്ല എത്തുന്നതും താമസിക്കുന്നതും. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വ്യത്യസ്തമായ ആചാരങ്ങളും വിചിത്രമായ വിശ്വാസങ്ങളുമുള്ള മനുഷ്യർ ഇവിടെ കൊഴുകിയെത്തുന്നു. വൈവിധ്യമാർന്ന ആ സംസ്കാരങ്ങളെല്ലാം ഇവിടെ ഒന്നിച്ചു ചേരുമ്പോൾ നമുക്ക് അത്ഭുതവും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പ്രയാസവും തോന്നിയേക്കാം. പക്ഷേ അജ്മീറിൻ്റെ യഥാർത്ഥ മുഖം ഈ വൈവിധ്യങ്ങളിൽ കൂടിയാണ് പൂർണ്ണമാകുന്നത്. യാ يا رحمن. يا الله. يا رحمن. യാത്ര ചെയ്ത് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് അതിമനോഹരമായ ഒരു ലൊക്കേഷനിലാണ്. ഇവിടെ കാഴ്ചകൾക്ക് വർണ്ണാഭമായ മാറ്റം വന്നിരിക്കുന്നു. രാജസ്ഥാന്റെ പ്രൗഢിയുമായി നിൽക്കുന്ന ഒട്ടകങ്ങളും ഗാംഭീര്യമുള്ള കുതിരകളും ഇവിടെ വിനോദസഞ്ചാരികളെ കാത്തു നിൽക്കുകയാണ്. വെറും 50 രൂപ നൽകിയാൽ ആ ഒട്ടകപ്പുറത്തിരുന്ന് താരാഗഡിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഫോട്ടോ എടുക്കാം. അതുകൂടാതെ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. രാജസ്ഥാന്റെ തനതായ തലപ്പാവുകളും മിന്നുന്ന വർണ്ണങ്ങളുള്ള വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്നവർ ഇവിടെയുണ്ട്. ആ പഴയകാല രാജകുമാരന്മാരെ പോലെയോ പടയാളികളെ പോലെയോ വേഷമണിഞ്ഞ് ഫോട്ടോ എടുക്കാൻ സ്ത്രീകളും കുട്ടികളുമടക്കം വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വഴിയോരത്തെ ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കുമിടയിൽ ഇത്തരത്തിലുള്ള ചെറിയ സന്തോഷങ്ങൾ ഈ തീർത്ഥാടനത്തിന്
ഒരു ഉത്സവഛായ നൽകുന്നു. തളർച്ച മറന്ന് ആ മനോഹരമായ കാഴ്ചകളിൽ മുഴുകി ഞങ്ങൾ താരാഗഡിൻ്റെ അവസാന പടവുകളിലേക്ക് ചുവടുവെക്കുകയാണ്. يا خالق الأكوان امنحنا السلوان نور وجهك في كل مكان تهدي به الحيران يا رحمن يا منان. അവരെ പിന്നിട്ട് ഞങ്ങൾ ചെന്നു നിന്നത് ശാന്തമായ ഒരു ചെറിയ ദർഗയ്ക്ക് മുന്നിലാണ്. ഇതിൻ്റെ കൃത്യമായ ചരിത്രം ലഭ്യമല്ലെങ്കിലും സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളുടെ ഏതെങ്കിലും അനുയായിയോ അല്ലെങ്കിൽ അക്കാലത്തുള്ള ഒരു മഹാനോ ആയിരിക്കാം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ പുണ്യഭൂമിയിൽ നിന്നും ലഭിക്കുന്ന സമാധാനം വാക്കുകൾക്കപ്പുറമാണ്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. യാത്ര തുടരുമ്പോൾ വഴിയോരങ്ങളിൽ വീണ്ടും ആ കൈനോട്ടക്കാരെ കാണാം. മനുഷ്യന്റെ നിസ്സഹായതയെയും പ്രതീക്ഷകളെയും ചൂഷണം ചെയ്യുന്ന ഇത്തരം കാഴ്ചകൾ ഈ മലനിരകളിൽ ഒരു തുടർക്കഥയാണ്. ഇതിനിടയിൽ കൗതുകകരമായ മറ്റൊരു കാഴ്ച ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടുത്തെ കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കാൻ മിണ്ടാപ്രാണികളായ ആടുകൾക്ക് പോലും ചെറിയ കോട്ടുകൾ ഇട്ടു നൽകിയിരിക്കുന്നു. മനുഷ്യന്റെ കരുണയുടെയും കരുതലിൻ്റെയും ആ ദൃശ്യം ശരിക്കും മനോഹരമായിരുന്നു. ഇത്തരത്തിൽ മനസ്സിനെ സ്പർശിക്കുന്ന പല കാഴ്ചകളും കണ്ടു കയറുന്നതുകൊണ്ട് മലകയറ്റത്തിൻ്റെ ക്ഷീണം ഇപ്പോൾ ഒട്ടും അറിയുന്നില്ല. ധാരാളം വഴിയോര കച്ചവടക്കാരുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നടന്ന് ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനുള്ളൊരു തീരുമാനത്തിലാണ്. ഒരുപാട് വെള്ളരിയും അതുപോലെ നമ്മുടെ തണ്ണിമത്തനൊക്കെ ആയിട്ട് ധാരാളം സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഞങ്ങൾ വെള്ളരി വാങ്ങിയിട്ടോ. 20 രൂപയാണ് ഇതിൻ്റെ വില. അതുകൂടാതെ ഓറഞ്ചും ജ്യൂസും വെള്ളവും ഒക്കെ ആയിട്ട് ചെറിയ മക്കളടക്കം ഇവിടെ വിൽപ്പനയ്ക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോഴും ധാരാളം ആളുകൾ ഇങ്ങനെ മല കയറി വരുന്നുണ്ട്, കുറേ ആളുകൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി ഏകദേശം വളരെ കുറഞ്ഞ ദൂരം മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ളൂ. നമ്മുടെ മെയിൻ ഉദ്ദേശം സയ്യിദ് മീറാൻ ഹുസൈൻ തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലും ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കുറേ സമയം നമുക്കിവിടെ ചിലവഴിക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഈ കോട്ടകൾക്കൊക്കെ ഏകദേശം കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവേശന കവാടമോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇത്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമുണ്ട്. മഹാനരായ ഖാജാ തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വന്ന സമയത്ത് സാഹിര്യങ്ങളായ ആളുകളെ കൊണ്ട് ഖാജാ തങ്ങളെ എതിരിടാൻ ശ്രമിക്കുകയും ആ സമയത്ത് ഖാജാ തങ്ങൾ വളരെ നിഷ്പ്രയാസം അവരെ കീഴടക്കുകയൊക്കെ ചെയ്ത ധാരാളം ചരിത്രങ്ങൾ നമ്മൾ അജ്മീറിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ये क्या ये वो पत्थर है कि जब गरीब नवाज सरकार शायद नीचे नमाज पढ़ रहे थे, जोगी जयपाल ऊपर से फेंका था, गिराया था। अच्छा, इसको यहाँ तक आते तक में उन्होंने सलाम फेरा कि पत्थर ऊपर से आ रहा था। बताते हैं भाई, मुझसे तो नहीं हूँ पढ़ा लिखा, थोड़ी बात बता रहा हूँ, है ना। तो फिर जब सरकार गरीब नवाज ने कहा कि अगर तू अल्लाह की तरफ से आता हो तो आ, अगर किसी इंसान के हाथ में हो तो वही के रूप तो यही आपको मर गया है, इसके नीचे नहीं गया। अच्छा, शायद यही कहीं पे रहे होंगे। മഹാനരായ ഖാജാ തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത്
ബഹുമാനപ്പെട്ടവരെ വധിക്കാൻ വേണ്ടിയിട്ട് ആ കാണുന്ന മുകളിൽ നിന്ന് ഒരു കല്ല് മഹാനവറുകളുടെ തലയിലേക്ക് ഇങ്ങനെ ഉരുട്ടിയിട്ടു. ആ സമയത്ത് അത്ഭുതകരമായി ആ കല്ല് ഇങ്ങനെ തടഞ്ഞു നിർത്തി എന്നൊക്കെയാണ് ചരിത്രങ്ങൾ പല രൂപത്തിൽ ഈ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഖാജ തങ്ങളുടെ ഒരു കറാമത്തിന് സാക്ഷ്യം വഹിച്ച ഒരു മണ്ണാണ്, ഒരു ഭൂമിയാണ്, ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ട് ധാരാളം ആളുകൾ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയും അതുപോലെ ഇവിടെ നിന്ന് ബർക്കത്തെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് വളരെ കുറഞ്ഞ ദൂരം മാത്രമാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് കേട്ടോ. അവിടെ ആ ദൂരെ കാണുന്നതാണ് കേട്ടോ താരാഗഡ് കോട്ട. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നിങ്ങനെ നോക്കിയാൽ വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. അവിടെ താഴത്ത് നിന്ന് ആൾക്കാരിങ്ങനെ കയറി വരുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ വിശാലമായി ഇങ്ങനെ നീണ്ടു പരന്നു നിൽക്കുന്ന കുന്നുകളും മലകളും അതുപോലെ അജ്മീറിൻ്റെ വിദൂര ദൃശ്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്നാൽ കാണാൻ കഴിയും. ഇപ്പോഴും പഴയ കാലത്തെ കോട്ടയുടെ പല അവശിഷ്ടങ്ങളും അവിടെ ഇവിടെയൊക്കെ തകർന്നു കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് മുഗൾ ചക്രവർത്തിമാരും അതുപോലെ മറ്റേ പൃഥ്വിരാജ് ചൗഹാൻ്റെ ഒക്കെ കാലഘട്ടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരന്നു കിടക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഈ കോട്ടയെക്കുറിച്ച് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ പറയാം. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാ يا رحمن ഒടുവിൽ ലക്ഷ്യസ്ഥാനമായ താരാഗഡ് കോട്ടയുടെ പ്രവേശന കവാടത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. നക്ഷത്രക്കോട്ട, സ്റ്റാർ ഫോർട്ട് എന്നറിയപ്പെടുന്ന ഈ മഹാവിസ്മയം 8-ാം നൂറ്റാണ്ടിൽ അജയ്പാൽ ചൗഹാൻ രാജാവാണ് നിർമ്മിച്ചത്. സമുദ്രനിരപ്പിൽ നിന്നും 1300 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയ്ക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. പൃഥ്വിരാജ് ചൗഹാന്റെ കാലത്ത് ഈ കോട്ട അതിപ്രധാനമായിരുന്നു. പിന്നീട് മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തും ഇവിടം ഒരു സൈനിക കേന്ദ്രമായി മാറി. ഇന്ന് ഈ കോട്ടകളുടെ പല ഭാഗങ്ങളും തകർന്നു വീണിട്ടുണ്ടെങ്കിലും ആ കൽച്ചുമരുകൾക്കിടയിൽ ഇന്നും വീര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഗന്ധം അവശേഷിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന അജ്മീർ നഗരത്തിൻ്റെ ദൃശ്യം ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറക്കുന്നതാണ്. എന്നാൽ ഈ യാത്ര ഇവിടെ തീരുന്നില്ല. ഈ മലമുകളിൽ നാം കണ്ട കാഴ്ചകൾക്കും അപ്പുറം മറ്റൊരു വലിയ ചരിത്രം കൂടി നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഈ കോട്ടയുടെ കാവൽക്കാരനായി വിശേഷിപ്പിക്കപ്പെടുന്ന താരാഗഡിൻ്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസ്രത്ത് സയ്യിദ് മീറാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രവും ദർഗയിലെ വിശേഷങ്ങളുമാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ. ഈ ആത്മീയ കാഴ്ചകളിലേക്ക് നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ സഞ്ചരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സിയാറത്തിന് മാത്രമായിട്ടല്ല ആളുകൾ വരുന്നത്, വിനോദസഞ്ചാരികൾ ധാരാളം വരുന്നുണ്ട്. ഒട്ടകങ്ങളും കുതിരകളും അതിൻ്റെ മുകളിൽ കയറി നിന്ന് വീഡിയോ എടുക്കാനും സഞ്ചരിക്കാനും ഒക്കെ കഴിയുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അതിനൊക്കെ പൈസ കൊടുക്കണം എന്ന് മാത്രം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അജ്മീറിൻ്റെ വിദൂരമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. വളരെ മനോഹരമായ ദൃശ്യമാണ്. നിങ്ങൾ നോക്കിയേ, എന്ത് മനോഹരമായ ദൃശ്യമാണ്. അജ്മീറിൻ്റെ പിന്നെ വിദൂരതയിലുള്ള ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ഇവിടെ ധാരാളം ആളുകൾ പല കച്ചവടക്കാരായിട്ടും അതുപോലെ പല രൂപത്തിൽ ബിസിനസ് നടത്തുന്നവരായിട്ടും ഒക്കെ ഇവിടെ കാണാൻ കഴിയും കേട്ടോ. രാജസ്ഥാനിൽ ഒട്ടകങ്ങൾ ധാരാളം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള അതിൻ്റെ മുകളിൽ കയറുന്ന സഞ്ചരിക്കാനും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളാണ്. അതുപോലെ രാജസ്ഥാനി ആഭരണങ്ങളും മറ്റുള്ള വിഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ശരിക്കും ഒരു ഉത്സവ പ്രതീതിയാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനത്തെ വളരെ മനോഹരമായ കാഴ്ചകൾ താരാഗഡ് കോട്ടയുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ളത് മഹാനരായ മീറാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിലേക്കാണ്. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രങ്ങളും അവിടുത്തെ സിയാറത്തും ദർഗയും ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ഒക്കെ മദത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോ മീറാൻ ഹുസൈൻ തങ്ങളുടെ ചരിത്രവും അവിടുത്തെ ദർഗയുമാണ്. വൈകാതെ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
में